പുതിയ കാർ വാങ്ങാൻ പോവുകയാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ വരട്ടെ, പുതിയ കാറുകൾ ഇനിയും വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഓരോ സമയത്ത് പുതിയ കാറുകളും. പക്ഷേ ഒരു ഇയറൻ്റാണ്. അടുത്ത ഇയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പുതിയ കാറുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡ്രീമായിട്ട് പുതിയ കാർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ കാറുകളുടെ വരവും കൂടി പരിശോധിച്ചിട്ട് കാർ വാങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 2026 വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില മോഡലുകളും അതിൻ്റെ ചെറിയ ഫേസ് ലിഫ്റ്റുകളും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പക്കാ ടോക്കിംഗ് ആണ്. ഇടയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാറുകളും ആ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഇടയിലൂടെ നമുക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ തുടങ്ങാമല്ലേ? ഒന്നാമത്തെ കാർ ഏതാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞാൽ കിയ സെൽട്ടോസ് ആണ്. അപ്പോൾ കിയ സെൽട്ടോസ് ഇപ്പോൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം കൂടി കൺസിഡർ ചെയ്തിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഒരു പുതിയ വാഹനം പോലെയാണ് കിയ സെൽട്ടോസ് വരുന്നത്. കുറേ ചേഞ്ചസ് എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അതേപോലൊന്നും ആയിരിക്കില്ല. നല്ലോണം ചെയ്യാം. ഒരു പുതിയ കാർ എന്ന് വേണമെങ്കിൽ തന്നെ കിയ സെൽട്ടോസിനെ വിശേഷിപ്പിക്കുക. ആ തരത്തിലൊരു ഫേസ് ലിഫ്റ്റോട് കൂടിയായിരിക്കും വരിക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം ഒരുപാട് ടെക്നോളജീസും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 1.5 ലിറ്റർ എഞ്ചിൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡീസലിനകത്തും ഉണ്ടായിരിക്കും, പെട്രോളിനകത്തും ഉണ്ടായിരിക്കും. ബട്ട് അവർ IMT സ്റ്റിൽ നിലനിർത്തുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള അത്ഭുതകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നി. മാനുവലിനകത്തും ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ IMT എനിക്ക് തോന്നുന്നു അത്ര ഇന്ത്യയിൽ അക്സെപ്റ്റബിൾ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ അവർ IMTനെ കൊണ്ടുവരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയിട്ട്. IMT അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതാണ് സംഭവം. അത് ഒരുപാട് ആളുകൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ പുതിയ ഫേസ് ലിഫ്റ്റിനകത്തും അത് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പുതിയ ക്ലസ്റ്ററുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പുതിയ തീമിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വീലിൻ്റെ കേസിൽ അപ്ഗ്രേഡേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പുതിയ വീൽ പാറ്റേണുകൾ അവർ കൊണ്ടുവരും. വെൻറ്റിലേറ്റഡ് സീറ്റ്, ഡാഷ് ക്യാമറ, ബിക്കോസ് ക്രെറ്റയിലൊക്കെ ഡാഷ് ക്യാമറ വരുന്നുണ്ട്. അവിടെ സെൽട്ടോസിനകത്തും ഒരു ഡാഷ് ക്യാമറ അവർ കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ മിററും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ റിയർ വ്യൂ മിറർ ഒരു ക്യാമറ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി അതിൻ്റെ പ്രൈസ് ഒരു 13 മുതൽ 27 ലക്ഷം രൂപ വരെ ആയിരിക്കും. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ സെൽട്ടോസിനെ കിയ ലോഞ്ച് ചെയ്യുക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ്. അതായത് നല്ല മാറ്റമുണ്ട്. ഓക്കെ, അതാണ് കിയ സെൽട്ടോസിൻ്റെ കാര്യത്തിൽ വരുന്നത്. കിയയുടെ കാര്യത്തിൽ എന്തായാലും ഒരു അപ്ഗ്രേഡേഷൻ വരുന്നതുകൊണ്ട് ഹ്യുണ്ടായിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ഹ്യുണ്ടായിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു പുതിയ മോഡലിനെയാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ഹ്യുണ്ടായി ബയോൺ എന്ന് പറയുന്ന മോഡൽ. ആക്ച്വലി ഇത് ഞാൻ റെഫർ ചെയ്തെടുത്തേക്കാനാട്ടോ, ഞാൻ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പല സൈറ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതൊരു സബ് 4 മീറ്റർ വാഹനമായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കൂപ്പേ സ്റ്റൈൽ വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കണ്ട സമയത്ത്. i20ൻ്റെ മുകളിലും വെന്യൂവിൻ്റെ താഴെയായിട്ടായിരിക്കും ഇത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ ഫ്രോങ്സിനായിരിക്കും. മോസ്റ്റ്ലി ഫ്രോങ്സിന് അടിക്കാനുള്ള ഒരു പരിപാടിയാണ്. 1.2 ലിറ്റർ പെട്രോളിനകത്തും 1 ലിറ്റർ ടർബോ പെട്രോളിനകത്തുമാണ് ഈ വണ്ടി വരുന്നത്. 9 to 15 ലാക്കാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഓഗസ്റ്റിലൊക്കെ ആയിട്ട് ഇത് 2026 ലോഞ്ച് ചെയ്യും എന്നും എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനത്തെ ആക്ടിവിറ്റികൾ വരും. റിയർ AC വെൻറ്റ്, ആ ഒരു ഇതിൽ കുറച്ച് വേണമെങ്കിൽ പറയാം. ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ, അതുപോലെ തന്നെ ലെതറൈറ്റ് സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിത് CNGക്കകത്തും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹ്യുണ്ടായിൻ്റെ ബയോൺ എന്ന് പറയുന്ന മോഡൽ. ശരിക്കും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എത്രമാത്രം ഫീച്ചറുകൾ ഇനി അവർ കൊണ്ടുവരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയറസ്റ്റ് ടു ദി ലോഞ്ച് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് റെനോ ഡസ്റ്റർ, അതുപോലെ തന്നെ നിസാൻ ടെറാനോ. നിസാനും അതുപോലെ തന്നെ റെനോയും തമ്മിൽ റീബാഡ്ജിങ് കോൺസെപ്റ്റാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കുറേ വണ്ടികൾ അവരിങ്ങനെ റീബാഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് ഡസ്റ്ററും അതുപോലെ തന്നെ ടെറാനോയും. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. 11 മുതൽ 18 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും അത് വരിക. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ അത് വേറെ ലെവൽ സാധനമായിരിക്കും എന്നുള്ളതാണ്. പെട്രോളിനകത്ത് മാത്രമായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ടർബോ ഉണ്ടായിരിക്കും, അതായത് ടർബോ പെട്രോൾ എഞ്ചിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ, 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വയർലെസ് ചാർജിങ് പോർട്ട്, റിയർ AC വെൻറ്റുകൾ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ലെതറൈറ്റ് സീറ്റ്, സൺറൂഫ്, LED ലാമ്പിംഗ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് മെയിൻലി അവരതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് ഓഫ് 2026, അതായത് 2026 പകുതിക്ക് ശേഷമായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. നിസാൻ്റെയും അതുപോലെ തന്നെ റെനോയുടെയും ഒക്കെ ഒരു ഗെയിം പ്ലാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കുറേ ആൾക്കാർ പറഞ്ഞു നിസാൻ പൂട്ടിപ്പോകുന്നു. പക്ഷേ നിസാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ ഒരു സബ് 4 മീറ്റർ SUV ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ പേര് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയാണ് മഹീന്ദ്രയുടെ 7E.
അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് 7 സീറ്റർ വരില്ലേ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചു. അവർക്കൊരു ഉത്തരവായിട്ട് 2026 7E ലോഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ XEV9 നമുക്കറിയാം ഓൾറെഡി വാഹന വിപണിയിലുണ്ട്. XEV9 അതിൻ്റെയൊക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും. 59 kWh ഒരു ബാറ്ററി പാക്ക്, അത് 400 കിലോമീറ്റർ റേഞ്ച് ഉൽപ്പാദിപ്പിക്കും. 79 kWh ഒരു ബാറ്ററി പാക്ക്, അത് ഉപയോഗിച്ച് 500 കിലോമീറ്റർ റേഞ്ച് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ഇതൊരു 7 സീറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അധികം 7 സീറ്റർ ഇല്ലാത്ത ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് ഒരു കിടിലൻ എൻട്രി ആയിട്ടായിരിക്കും 7E വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കണക്റ്റഡ് സ്ക്രീൻസ് വരും എന്നുള്ളതാണ്. അതായത് കോ പാസഞ്ചർ സീറ്റിനകത്ത് ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കൂടി വരും എന്നുള്ളത്. 3ഉം കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മെഴ്സിഡീസിലും ഒക്കെ കണ്ടിട്ടുള്ള പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില മോഡലൊക്കെ കണ്ടില്ല പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ സ്ക്രീൻ, അതങ്ങനെ 3 സ്ക്രീനുകൾ സ്പ്ലിറ്റ് ചെയ്ത രൂപത്തിലുള്ള ഒരു സിസ്റ്റമായിട്ടായിരിക്കും അത് വരിക. 16 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരിക്കും. ആസിയോ നമ്മളെ മഹീന്ദ്രൻ്റെ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് വണ്ടിയിലൊക്കെ അതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് റൂഫ് വിത്ത് LED ലാമ്പിങ്, ആ ടച്ചിങ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ആ ഒരു സാധനം അതൊക്കെ തന്നെ ഇവർ നിലനിർത്തും എന്നുള്ളതാണ്. വെൻറ്റിലേറ്റഡ് സീറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. 20 മുതൽ 34 ലക്ഷം രൂപ വരെയാണ് 7Eക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാലും അതൊരു വലിയ മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം അധികം 7 സീറ്ററുകൾ ഇല്ലാത്ത EV മാർക്കറ്റിലേക്കാണ് 7E വരുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നാണ് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ പുതിയ വേർഷൻ, ഹൈബ്രിഡ് വേർഷൻ വരുമെന്നുള്ള ഒരു വലിയ എക്സ്പെക്റ്റേഷൻ 2026 ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞൊക്കെ നമ്മളുടെയൊക്കെ ഒരു പഠനത്തിൻ്റെ പുറത്തുണ്ടായ ഒരു റിപ്പോർട്ടിംഗ് മാത്രമാണ് എന്ന് നിങ്ങളിത് കൺസിഡർ ചെയ്യുക. നമ്മളിങ്ങനെ ഒരു വാർത്ത വായിക്കുന്ന പോലെ കണ്ടാൽ മതി. അപ്പോൾ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഏകദേശം ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. സോ ഫോർച്യൂണർ 2 ലിറ്ററും 2.5 ലിറ്ററും ഹൈബ്രിഡ് സിസ്റ്റത്തോട് കൂടിയിട്ടായിരിക്കും ഇത് വരിക. പെട്രോൾ ഹൈബ്രിഡ്. ടൊയോട്ട ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരാണ്. അപ്പോൾ ഫോർച്യൂണർ ഒരു ഹൈബ്രിഡിൽ വരുന്ന സമയത്ത് മോർ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. 4x4 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ JBLൻ്റെ മ്യൂസിക് സിസ്റ്റം, കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡ് റോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർച്യൂണറിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഫോർച്യൂണറിൽ നിന്നും ടൊയോട്ടയിൽ നിന്നും നിലവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചേഞ്ചുകളാണ് പുതിയ ഫോർച്യൂണറിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ ഹൈബ്രിഡ് എന്നുള്ളൊരു സാധനത്തിന് ഒരുപാട് ആൾക്കാർ കുറേ കാലമായിട്ട് വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. 2026 വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 48 ലക്ഷം രൂപയാണ് അതിന് പ്രൈസ് വരിക കേട്ടോ. ഇനി കുറച്ച് ഫേസ് ലിഫ്റ്റുകളെ കുറിച്ച് പറയാം. സ്കോഡ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കുഷാക്കിനും ടൈഗുണ്ണും സ്ലാവിയക്കും വിർച്ചുസിനും ഫേസ് ലിഫ്റ്റുകൾ 2026 വരാൻ സാധ്യതയുണ്ട്. കാരണം അത് കുറച്ച് കാലമായിട്ട് വാഹന വിപണിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ അത്യാവശ്യം അത് വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിനെ ഒന്നുകൂടി അത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്സ്വാഗൺ ഗ്രൂപ്പ് പുറത്തിറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഈ 4 വണ്ടികൾക്കും ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് വരാനുള്ളൊരു സാധ്യതയാണ് XUV 700. XUV 700ൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറേ കാലമായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി കുറേ ടെസ്റ്റിംഗ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ ആളുകൾ സ്പോട്ട് ചെയ്തായിരുന്നു. അഡാസ് കാര്യങ്ങൾ സ്പോട്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ 3 ടച്ച് സ്ക്രീൻ കണ്ടിന്യൂസ്ലി 7E പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ടച്ച് സ്ക്രീൻ, 360 ഡിഗ്രി ക്യാമറ വ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലൻ കുറച്ചും കൂടി ടെക്കി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു മെഷീനായിട്ടായിരിക്കും 700 വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള മറ്റ് 2 ഫേസ് ലിഫ്റ്റുകളാണ് മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് ബലീനോയ്ക്കും ഫ്രോങ്സിനും. ഇപ്പോൾ വിക്ടോറിയസ് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ മോഡൽ വിക്ടോറിയസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അത്ര ഫീച്ചറുള്ള ഒരു മോഡൽ നെക്സയിൽ നിലവിലില്ല. അപ്പോൾ നെക്സയിൽ മിക്കവാറും ബലീനോയും ഫ്രോങ്സും ഒക്കെ ഒന്നുകൂടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതിനകത്ത് അഡാസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ 2 മോഡലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഓൾറെഡി ഇത് പ്രൂവൺ ആയില്ലേ വിക്ടോറിയസിലൂടെ. ഒരുപാട് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തും ചെയ്തു. സോ നെക്സയിലേക്ക് ഇതിൻ്റെ 2ൻ്റെയും ഒരു ഫേസ് ലിഫ്റ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ 2026 സംഭവിക്കാവുന്ന ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ വരാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ പെട്ടെന്നുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ് ഇത്. അപ്പോൾ ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഇൻസൈറ്റ് കിട്ടാൻ ഇത് സഹായിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.